വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് കണ്ട ചക്കക്കുരു വെച്ച് ഒരു അടിപൊളി കൊണ്ടാട്ടമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് ഞാൻ ആദ്യമേ തന്നെ 50 ചക്കക്കുരു കഴുകിയെടുത്ത് കുക്കറിലിട്ടിട്ടുണ്ട്. 4 ഫിസിൽ ഏൽപ്പിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കാം. ചുമന്ന തൊലി കളയാതെ വേണം തൊലി എടുത്ത് കളയാൻ. ഇനി നമുക്കതിലേക്ക് കടലമാവിടാം. ഒരു കപ്പ് കടലമാവ് ഇട്ടിട്ടുണ്ട്. 2 സ്പൂൺ കോൺഫ്ലവർ പൊടിയും കൂടി ഇടാം. ഇനി നമ്മൾ കോൺഫ്ലവർ പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഇടാൻ പോകുന്നത് 2 സ്പൂൺ അരിപ്പൊടിയും കൂടി ഇടുന്നുണ്ട്. ഒരു തിക്നെസ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ 2 സ്പൂൺ അരിപ്പൊടി ഇടുക. നമ്മൾ 2 സ്പൂൺ ഇട്ടിട്ടുണ്ട്. കുനുകുനാന്ന് അരിഞ്ഞ് 2 സവാള ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാം. ഇനി നമ്മുടെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. കുനുകുനാന്ന് അരിഞ്ഞ് മല്ലിയില ഉള്ളവർക്കിടാം, അല്ലാത്തവരുണ്ട്. പിന്നെ നമ്മൾ പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക. രണ്ട് ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇടുന്നു. കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കുക. ചിക്കൻ മസാല ഇട്ട് കൊടുക്കുക. ഉപ്പ്, പൊടിയിപ്പാണ് ഞങ്ങൾ ഇടുന്നത്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. നമുക്ക് നല്ല മാവിൻ്റെ പരുവത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇച്ചിരി കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. നല്ലപോലെ നമുക്കിങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ മാവിൻ്റെ പരുവത്തിൽ മിക്സായി കിട്ടും. അങ്ങനെ നല്ലൊരു മാവിൻ്റെ ഷേപ്പിൽ ഇതാ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചട്ടി ചൂടാക്കാൻ വെക്കാം. അതിലേക്ക് നമ്മുടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി കുറച്ച് നേരം വെളിച്ചെണ്ണ ഒന്ന് ചൂടാവാൻ വെക്കാം. അങ്ങനെ നമ്മുടെ എണ്ണയൊന്ന് ചൂടായിട്ടുണ്ട്. നമുക്കൊരു തുള്ളി ഇട്ട് നോക്കാം ചൂടായെന്ന്. ഇച്ചിരി കൂടെ ചൂടാവാനുണ്ട്. നമുക്ക് നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് പിരുത്തിടാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലിടാം. ഞങ്ങൾ പിരുത്താണ് ഇടുന്നത്. നിങ്ങൾക്ക് വടയുടെ ഷേപ്പിലിടാം, ഇഷ്ടമുള്ള ഷേപ്പിലിടാം. ഞങ്ങളിങ്ങനെ പിരുത്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം. ഇത് കുറച്ചിട്ട് കൊടുക്കാം. കൊച്ചുപിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണിത്, ഈ ചക്കക്കുരു കൊണ്ടാട്ടം. നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ ഇത്.
നമുക്കിങ്ങനെ ഒന്ന് ഇളക്കി നോക്കാം. ഇളക്കി കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ല മണവും വരുന്നുണ്ട്. ഇതെല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ഹെൽത്തി ആഹാരമാണ്. എല്ലാവരും മസ്റ്റായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ഹെൽത്തി പലഹാരമാണ്. പിള്ളേരൊക്കെ സ്കൂളിൽ വിട്ട് വരുമ്പോൾ ഇതുണ്ടാക്കി കൊടുത്താൽ മതി. നമുക്കൊന്നും കൂടി ഒന്ന് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കാം. നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിനി കോരിയെടുക്കാം. ഇത് നമ്മളെ ഇളക്കി ഒരു പാത്രത്തിൽ ഇടാൻ വേണ്ടി നമ്മളിതാ ഒരു പാത്രത്തിൽ ടിഷ്യൂ ഒക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് കുറേശ്ശെയായി കോരി പാത്രത്തിൽ ഇടാം. നമുക്കിതാ ഇത് കോരി ഇങ്ങനെ എടുക്കാം. നല്ല എണ്ണ ഇങ്ങനെ ആക്കിയെടുക്കണം. ഒരു പാത്രത്തിലേക്ക് ഇട്ടെടുക്കാം. അങ്ങനെ നമുക്കെല്ലാം ഒന്ന് പൊരിച്ചെടുക്കാം. അങ്ങനെ നമ്മളിതാ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. വേണ്ട, നമുക്കൊന്ന് സോസിൽ മുക്കി ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട